എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ വർഷഫലമാണ്. 1201 ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഉള്ള ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 8 of Wands, King of Pentacles, 2 of Pentacles, 4 of Pentacles, 7 of Pentacles, Queen of Pentacles energy connections. ആദ്യം തന്നെ 8 of Wands energy നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പെട്ടെന്നായിരിക്കും നടക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെടുത്താലും തടസ്സമാണ്, അല്ലെങ്കിൽ ഒരു കാര്യം എല്ലാം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയും കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പൊതുവേ ഈ ഒരു വർഷം എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നു. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. കാരണം ഒന്നിനു വേണ്ടിയിട്ടും അധികം കാത്തിരിക്കേണ്ടി വരാറില്ല. പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങളും മറ്റൊക്കെ ആണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു ആ ഒരു സമയം എടുക്കാതെ, പൊതുവിൽ എടുക്കുന്നൊരു സമയം പോലും എടുക്കാതെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നു. പാസ്പോർട്ട്, വിസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നതും അതുപോലുള്ളൊരു സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 of Wands എനർജി കണക്ഷൻസ് ആണ്. ഇത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം പലതും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു സമയം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പൊതുവേ നിങ്ങൾ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു വർഷമായിരിക്കും. അതേപോലെ ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളൊരു സമയമാണ്. എല്ലാ ആക്ഷനും ഇനിഷ്യേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ നിങ്ങൾ വളരെ തൽപരരായിരിക്കും എന്നുള്ളതാണ്. ഒരു എയർ ട്രാവൽ വളരെ അധികം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം പൊതുവേ യാത്രകൾ, പ്രത്യേകിച്ച് എയർ ട്രാവൽ കാണിക്കുന്നു. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് യാത്രകൾ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് IT ഫീൽഡിലോ മറ്റൊക്കെ ആണെങ്കിൽ വിദേശത്തേക്ക്, മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോകാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സൂട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പലതും വേണ്ടെന്ന് വയ്ക്കുന്നതുകൊണ്ട്, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളത്. അപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി, കാരണം ആത്മവിശ്വാസം നിങ്ങളിൽ വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ചിന്ത വരുന്നില്ല. അപ്പോൾ ഇത് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നില്ല എന്ന സാഹചര്യത്തിൽ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ 9 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നിങ്ങൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പൊതുവേ ചില ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടെങ്കിൽ പോലും പൈസ ചിലവാക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കുന്നില്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും മനസ്സിലൊരു ഫീലിംഗ് ആണ്, അത് പൈസ ചിലവാക്കുന്നത് കൂടുതലാണോ എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു എനർജി എല്ലാം മറിച്ച് വളരെ ഒരു സെക്യൂർ ഫീലിംഗ് ആണ്. ആവശ്യമുള്ളിടത്ത് പണം ചിലവാക്കുക, അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചില പ്രത്യേക ഇഷ്ടങ്ങളും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വെൽബീയിങ്, നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നത് സാധ്യമാകുന്നുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ തന്നെ പറയാം, അത് നിങ്ങൾ സാധിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ജീവിതത്തിൽ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്ന് പറയാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് തരക്കേടില്ലാതെ തട്ടിയും മുട്ടിയും പോകുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലാത്തവരെ സംബന്ധിച്ച്
നിങ്ങൾ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം പ്രത്യേകിച്ച്, കാരണം 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവാം. അപ്പോൾ ആ ജോലി കൂടാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ കൺട്രോൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പം നിങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം നിങ്ങളിൽ വരുത്തുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റമല്ല ഇതിൽ എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതും, ചില ആളുകൾ ബിസിനസ്സിലേക്ക് അത് പൂർണ്ണമായിട്ടും ഇറങ്ങുന്ന സാഹചര്യവും കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ജോലി നിർത്തി ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരിടത്ത് നിന്ന് നിങ്ങൾ ഒരു ഫുൾഫിൽമെൻറ്റ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അതായത് ആരോഗ്യപരമായിട്ട് പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറകോട്ടേക്ക്, അല്ലെങ്കിൽ പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. ഈ ഒരു വർഷം പൊതുവെ ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയമാണ്. പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, പനി, അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നു. ഈ വർഷം പൊതുവെ ചിലപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാവും ഈ വർഷം മുഴുവൻ ഹോസ്പിറ്റലായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. പൊതുവെ നല്ല ആരോഗ്യമുള്ള സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതമായിട്ടാണ് ഈ ഒരു വർഷം കാണുന്നത്. സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വിവാഹമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചുള്ള ചില വ്യക്തികൾ വിവാഹത്തിലേക്ക് പോകുന്നതാവാം. വിവാഹം കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷനാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. എന്ന് വെച്ചിട്ട് പ്രണയത്തിലായിട്ടുള്ളവരുടെ സിറ്റുവേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് പുറകോട്ടേക്ക് നിന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക്, അതായത് ചില ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, മെഡിക്ലെയിം പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിയുള്ള ചില ആളുകൾ സേഫായിട്ട് അല്ലെങ്കിൽ FD ആയിട്ട് ഇട്ടിരുന്നവരാണെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലാത്തവർ ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് അത് നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വീട്ടമ്മമാരോ പ്രായമായിട്ടുള്ള ആളുകളോ, പ്രായമായി ഞാൻ ഇനിയിപ്പോൾ പ്രായമായി ഇനി എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് പ്രായത്തിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. പഠിത്തമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോഴ്സുകൾ, പലതരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ സ്കോപ്പ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച, ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. അച്ഛനമ്മമാരാണെങ്കിൽ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുന്ന ഒരു വർഷം കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം. കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ടെൻഷനുള്ളവരൊക്കെ പൊതുവെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കുട്ടികളെ കൊണ്ട് ഒത്തിരി തൃപ്തി ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. കുടുംബാന്തരീക്ഷത്തിലും പൊതുവെ സന്തോഷവും തൃപ്തിയുമാണ്. കുറച്ചുകൂടി ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് അറിയുന്നതിൻ്റെ ഒരു
ഒരു സന്തോഷം അത് അനുഭവിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. അതിപ്പോൾ കുടുംബത്തിലായാലും നിങ്ങൾ ചുറ്റുപാടുമുള്ളവരായാലും ഏതെങ്കിലും സോഷ്യൽ സർക്കിളിലായാലും അത് ഒത്തിരി തൃപ്തികരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.